എങ്ങനെയാണ് ഈ ട്രെയിനിലൊക്കെ നടന്നിട്ട് അഖിൽ ഈ പുസ്തകം വിറ്റത്? കാരണം സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. അത് പിന്നെ ഞാൻ ചേച്ചിക്ക് അറിയാലോ, ആ വീട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ 1000 കോപ്പി കൊണ്ടുവന്ന് ആദ്യം എഡിഷൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ബുക്ക്, പഴയ വീട്ടിലല്ലേ? പഴയ വീട്ടില്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ കാല് തട്ടുന്നതെല്ലാം ബുക്കിന്റെ ബണ്ടിലാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ അത്ര സപ്പോർട്ടൊന്നും ചെയ്ത് കാണത്തില്ലല്ലോ. ആദ്യമേ അച്ഛൻ പറഞ്ഞ ഇതൊക്കെ ചെതലരിച്ച് പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആര് വാങ്ങാനായത്? അപ്പൊ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്തരത്തിലൊരു മാറ്റം മുടക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അതും ആൾക്കാരുടെ പൈസയാണ്. ഇത് എന്തോ ആണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അച്ഛൻ അത് നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ ഓരോരോ ബുക്ക് സ്റ്റാൾസിൽ കൊണ്ടു കൊടുത്തപ്പോഴും അവര് അത് വെച്ചില്ല. അവര് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ അവര് വെക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെടുത്തു, വീട്ടിലൊരു പഴയ ബാഗ് ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് കുറച്ച് ബുക്സ് അടുക്കിയിട്ട് നേരെ നമ്മുടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നിർത്തിയിട്ട ബസ്സിന്റെ അകത്തൊക്കെ കയറി, ചേട്ടാ എന്റെ പേര് അഖിൽ പി ധർമ്മജൻ, ഞാൻ എഴുതിയ ബുക്കാണ്, ഇതിന്റെ അകത്ത് കുറച്ച് പൈസ ഡിസ്കൗണ്ടിൽ തരാമെന്ന് വാങ്ങുമോ എന്നൊക്കെ ചോദിക്കും. ചിലര് പറ്റത്തില്ല എന്ന് പറയും, ചിലര് വാങ്ങി, ചിലര് ഫേസ്ബുക്കിൽ കുറിച്ചു. അങ്ങനെ 1000 കോപ്പി ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ട്രെയിനിൽ വിടുന്ന എറണാകുളം ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബുക്കായിട്ട് അപ്പൊ അവർക്ക് വേറെ ബുക്കാണ്, ഞാൻ പറയില്ല ഇത് എന്റെ ബുക്കാണ്. ചിലർക്ക് സഹതാപം തോന്നിയിട്ട് വാങ്ങിയിട്ടുണ്ട്. ആ ആൾക്കാർക്കായിട്ട് ഇപ്പൊ പലരുമായിട്ട് കണക്ഷൻ ഉണ്ട് എനിക്കിപ്പോഴും. അവർക്ക് എന്റെ ആ ഒരു വളർച്ച അവർക്ക് ഇത്രയും വർഷം കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അത്രയും സപ്പോർട്ട് ഉണ്ട്. അപ്പം ഈ നമ്മുടെ അവസ്ഥയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടെത്തിച്ചത്. ഈ 1000 കോപ്പി വിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് കോൺഫിഡൻസ് ആയി, ആൾക്കാർ വാങ്ങുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പിന്നീട് ഈ ബുക്ക് സ്റ്റാൾസിൽ ആൾക്കാർ ചോദിച്ചു, അതായത് ഇങ്ങനെ ഒരു ബുക്കുണ്ടോ, ഓജോ ബോർഡ് ഉണ്ടോ, ഒരു കോപ്പി ഉണ്ടോ? അപ്പൊ ഈ പറഞ്ഞു വിട്ടിട്ടുള്ള ബുക്ക് സ്റ്റാൾസ് അങ്ങനെയില്ല. അത്രയും ഹിറ്റായി പോയല്ലോ. എന്തോ എനിക്കറിയില്ല, അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു.